ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ വലിയ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ ഈദ് ഷോപ്പിംഗ് കാണിക്കുന്നുണ്ട്, പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈദ് വെക്കേഷന് ഒരു ചെറിയൊരു സ്റ്റേക്കേഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈദ് ഷോപ്പിങ്ങിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈദിൻ്റെ ഒരു 2 days മുന്നെയാണ് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സൂപ്പർ സെയിലിൻ്റെ സമയത്ത് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ച് തിരക്കുകൾ കാരണം ആ സമയത്ത് പോകാൻ പറ്റിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഡ്രസ്സൊക്കെ ഒന്ന് പോയി നോക്കിയത് കേട്ടോ. അപ്പം ഒരുപാട് ഷോപ്സിലൊക്കെ സെയിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ പോയത് നെക്സ്റ്റിലേക്കാണ്. അപ്പോൾ അവിടെ മോൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയതാണ്. നെക്സ്റ്റിലെ ഡ്രസ്സുകളൊക്കെ നല്ല രസമാണ് കാണാൻ, പക്ഷേ കുറച്ചൊരു റേറ്റ് കൂടുതലാണ്. അതായത് നമ്മൾ സെയിലല്ലാത്ത സമയത്ത് പോകുന്ന സമയത്ത് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഈവൻ നമ്മൾ കാഷ്വൽ സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകൾക്ക് പോലും കുറച്ച് റേറ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ വല്ല ഓഫർ സെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റിൽ കിട്ടും ചെയ്യും. നല്ല ക്വാളിറ്റി കേട്ടോ. ഞാൻ മോൾക്ക് മുന്നേ ഒക്കെ എടുത്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ ഇപ്പോഴും അവൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് 1-2 ഡ്രസ്സുകൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ അതിൽ 1-2 ഞാൻ ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ എനിക്ക് ഈദൊക്കെ വരുന്ന സമയത്ത് മോൾക്ക് ഫ്രോക്ക് ഇട്ടെടുക്കാനാണ് അധികം ഇഷ്ടം. നല്ല ലൈറ്റ് കളേഴ്സിലുള്ള ഫ്രോക്സ് ഇട്ടെടുക്കാനാണ് കൂടുതലിഷ്ടം. ആ ഒരു ഈദിൻ്റെ വൈബ് അപ്പോഴാണ് കിട്ടുകയെന്നാണ് എനിക്ക് തോന്നാറ് കേട്ടോ. ഞാനധികം ഇങ്ങനെ ഫ്രോക്കോ അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സാണ് അധികം പെരുന്നാൾക്ക് ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കണ്ണ് പോവുക. അല്ലാതെ കാഷ്വലായിട്ട് ഇടുന്ന സമയത്ത് എനിക്ക് കുറച്ച് കളർഫുള്ളായിട്ടൊക്കെയാണ് ഇഷ്ടം. ഈദൊക്കെ ആകുമ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സിനോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ അങ്ങനെ ഓവർ നെറ്റ് അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകളൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. കാരണം അതൊന്നും പിന്നെ യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ടൈപ്പൊന്നും എനിക്കിഷ്ടമില്ല. പിന്നെയും നമുക്ക് പുറത്തൊക്കെ ഇടുമ്പം ഒരു കാഷ്വലായിട്ടും ഇടാൻ പറ്റുന്ന ഫ്രോക്ക് അങ്ങനത്തെയാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രോക്ക് നല്ല ഇഷ്ടമായി. അപ്പം പിന്നെ അതന്നെ അങ്ങ് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ഷോപ്പിൽ തന്നെ കയറിയിട്ട് മോൾക്ക് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ഞാൻ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഇട്ട സമയത്ത് അവൾക്കും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കട്ടിങ്ങൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ മോളുടെ സെറ്റാക്കി കഴിഞ്ഞ് ഇനിയിപ്പം എൻ്റെ ഒന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്താണ് ഈ ഒരു ഷോപ്പ് കണ്ടത്. ഇത് മുജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാട്ടോ. അപ്പോൾ ഇവിടുത്തെ കളക്ഷനൊക്കെ ഭയങ്കര ക്ലാസ് കളക്ഷനാണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര കളർഫുള്ളൊന്നുമല്ല, ഒക്കെ ഒരു ന്യൂട്രൽ കളേഴ്സ്. നമ്മൾ ഈ കൊറിയൻ സ്റ്റൈലൊക്കെ കാണൂലേ, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് ഈ ഒരു ഷോപ്പിലുള്ളത്. ഇവിടുത്തെ പ്രൊഡക്ട്സും അങ്ങനെ തന്നെയാണ്. ഹോം സെക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കിച്ചൺ സെക്ഷൻ ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, എല്ലാം ആ ഒരു കൊറിയൻ ആ ഒരു വൈബാണ്. അതായത് ലൈറ്റ് കളേഴ്സ്, ലിനൻ മെറ്റീരിയൽ, അങ്ങനത്തെ ഒരു ഷോപ്പാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഏതിനിടാൻ പറ്റുന്നൊരു ടൈപ്പൊന്നും അവിടുന്ന് തോന്നിയില്ല. കാഷ്വൽസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. അവിടെ സെയിലും നടക്കുന്നുണ്ടായിരുന്നു, 50% ഓഫ്. എല്ലാത്തിനും 50% ഓഫ് ഉണ്ടായിരുന്നു.
ഞാൻ കുറച്ച് വുഡൻ പ്ലേറ്റ്സ് ഒക്കെ നോക്കിയായിരുന്നു. പിന്നെ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയോണ്ട് പിന്നെ ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ. അവിടുന്ന് ഞാൻ നേരെ സ്പ്ലാഷിലേക്ക് പോയി. സ്പ്ലാഷിൽ എനിക്ക് കുറച്ച് കാലമായിട്ട് ഇപ്പം എനിക്ക് അവരുടെ ഒരു കളക്ഷൻ അങ്ങനെ ഇഷ്ടമാവുന്നില്ല. എപ്പോഴും ഒരേപോലത്തെ കളക്ഷൻ നമ്മൾ കുറേ കാലങ്ങൾക്ക് മുന്നേ കണ്ടുവരുന്ന ഒരു കളക്ഷൻ തന്നെയായിട്ട് ഞാൻ തോന്നൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് നോക്കിയിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ എല്ലാ ഈദിനും ഒന്ന് പോയി നോക്കുന്നൊരു ഷോപ്പാണ് നിഷാത്ത് ലിനൻ. എനിക്ക് അവരുടെ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇടാൻ ഭയങ്കര സുഖമുള്ള മെറ്റീരിയലാണ് അവരുടെ. നമുക്ക് സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ പെർഫെക്റ്റ് മെറ്റീരിയലാണ് അവരുടെ. നല്ല സുഖമാണ്, നല്ല ലൈറ്റ് കോട്ടനും അല്ല റയോണല്ല, അങ്ങനെ അവരുടെ ഈ ഒരു പാകിസ്ഥാനി മെറ്റീരിയൽ തന്നെ നമുക്ക് ഇടാൻ ഭയങ്കര ഒരു സുഖമാണ്. അപ്പോൾ ഞാൻ നല്ല നല്ല കോട്ട് സെറ്റൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കിയതാണ്. ഞാൻ പൊതുവേ ഇവിടുന്ന് മെറ്റീരിയൽ എടുക്കാറില്ല. മെറ്റീരിയൽ എടുക്കാത്ത തന്നെ അത് സ്റ്റിച്ച് ചെയ്യിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ മെറ്റീരിയൽസ് ഞാൻ എടുക്കാറില്ല. അധികം ഞാൻ റെഡിമെയ്ഡ്സ് തന്നെയാണ് നോക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം നോക്കിയ സമയത്ത് എനിക്ക് റെഡിമെയ്ഡൊന്നും അങ്ങനെ നല്ലതായിട്ടൊന്നും തോന്നിയില്ല. കുറച്ച് കോഡ് സെറ്റിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ചിലതൊക്കെ ഞാൻ എടുത്ത് നോക്കി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും എനിക്ക് അങ്ങനെ ഒരു ഈദിൻ്റെ ഒരു വൈബ് കിട്ടുന്ന ഒരു ഡ്രസ്സൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. നല്ല കോഡ് സെറ്റൊക്കെ ഉണ്ട്, നമുക്ക് കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് കോഡ് സെറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു. അത് പിന്നെ ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ നോക്കിയില്ല. പിന്നെ ജസ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കളക്ഷൻ എടുത്തതാണ്. അവിടെയും ഓഫ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം കളക്ഷൻസിനൊക്കെ 50% ഓഫ് ഉണ്ടായിരുന്നു. അവരുടെ ന്യൂ കളക്ഷൻ അല്ലാതെ ബാക്കി എല്ലാത്തിനും 50% ഓഫ് ഉണ്ടായിരുന്നു. ഈ കാണിക്കുന്നതിനൊക്കെ 50% ഓഫ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാഷ്വൽ വെയർ ആയിട്ട് ഇടാൻ പറ്റുന്നതും ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ 50% ഓഫിലുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് ഡെയിലി വീട്ടിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റുന്ന ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ടുള്ള കോഡ് സെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ല. അവസാനം ഞാൻ എൻ്റെ സ്ഥിരം ഷോപ്പിലേക്കാണ് പോയത് കേട്ടോ. ഹാങ്ങർ ഞാൻ എൻ്റെ മുന്നത്തെ ഈദ് വ്ളോഗ്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പോയി നോക്കുന്ന ഷോപ്പാണ് ഹാങ്ങർ. ഇത്തവണ ഞാൻ ലാസ്റ്റാണ് പോയി നോക്കിയത്. അപ്പോൾ അവിടുന്ന് എനിക്ക് നല്ലൊരു ഡ്രസ്സ് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ അതന്നെ എടുത്തു. എപ്പോഴും ഞാൻ ആ ഒരു ഷോപ്പ് വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് പിന്നെ അവിടെ പോയപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പെരുന്നാളുടെ തലേന്നാട്ടോ. നമുക്കൊക്കെ അറഫൻ്റെ നോമ്പുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പം മന്തി ആക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ മന്തി ആവുന്ന സമയത്ത് നമുക്ക് നോമ്പ് തുറക്കാനും അത് മതി, ഡിന്നറിനേക്കും അതന്നെ മതി. അപ്പോൾ 2 ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ഫുഡിൽ തന്നെ പരിപാടി കഴിഞ്ഞിട്ടോ. അപ്പം നമുക്കെല്ലാവർക്കും ഇഷ്ടമാണേനും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാട്ടോ. പൊതുവെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ കാണുമല്ലോ, അങ്ങനത്തെ മന്തി ഞാൻ ഉണ്ടാക്കാറേ ഇല്ല. ഞാൻ അധികം ഇവരുടെ ഈ അറബിക് സ്പൈസ് ഉപയോഗിച്ചിട്ടുള്ള മന്തി ഉണ്ടാക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ
ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബട്ടറിലേക്ക് ഞാൻ അറബിക് സ്പൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മന്തി സ്പൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യൽ. ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് മന്തി സ്പൈസ് ഇല്ലായിരുന്നു, ഇത് മക്ലൂബൻ്റെ സ്പൈസാണ്. അപ്പോൾ ഏത് അറബിക് സ്പൈസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, എല്ലാം ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. ആ ഒരു അറബിക് സ്പൈസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യുമിൻ പൗഡറും സോൾട്ടും പിന്നെ ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മാരിനേഷൻ വരുന്നത്. എന്നിട്ടിത് നന്നായിട്ട് നമ്മൾ ആ ഒരു ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ സ്കിന്നുള്ള ചിക്കൻ തന്നെ എടുക്കണം കേട്ടോ, എന്നാലാണ് ശരിക്കും ആ ഒരു മന്തിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. റൈസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഓണിയനും പിന്നെ ചെറിയൊരു പീസ് ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനും ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ജീരകവും കുരുമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിത് രണ്ടിൻ്റെയും ഫ്ലേവർ റൈസിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ അവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അവൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രീ ഹീറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് കുക്കിംഗ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള അറബിക് സ്പൈസ് ഇല്ലേ, ആ സെയിം തന്നെ നമ്മൾ ഈ ഒരു മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം റൈസിലേക്കും നമുക്ക് ആ ഒരു ഫ്ലേവർ വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതും ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കണക്കിന് ഞാൻ ഒരു ഓണിയൻ എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ പീസ് ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചൂട് വെള്ളം കേട്ടോ. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് അരിയെല്ലാം എടുത്തു. അപ്പം ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ യൂസ് ചെയ്യാൻ. കാരണം നമ്മളിത് മന്തി ചെയ്തെടുക്കുന്നത് അവനിലാണ്, നമ്മൾ അടുപ്പത്തല്ല ഉണ്ടാക്കുന്നത്, അവനിലാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മന്തി ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കാരണം ഇതങ്ങ് അവനിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല. എന്നിട്ട് ഈ ഒരു അരി വറുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളമില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ, തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഈ ഒരു റൈസിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ഗ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മേലെയാണ് ഞാൻ ഈ ഒരു ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാകുമ്പം നമ്മൾ ഈ ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് വരുന്ന ഫാറ്റും ഈ ഒരു മസാലയൊക്കെ ആ ഒരു റൈസിലേക്ക് ഇറങ്ങുമ്പം റൈസ് നമുക്ക് ഒന്നും കൂടി ഒരു ഫ്ലേവറായിട്ട് കിട്ടും. എന്നിട്ട് ഇത് ഞാനൊരു 180 ഡിഗ്രിയിൽ ഒരു 40 to 45 മിനിറ്റ്സ് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയും സമയം തന്നെ വേണ്ടി വരും, കാരണം ചിക്കനൊക്കെ കുക്ക് ചെയ്തെടുക്കാനും ആ ഒരു റൈസ് നല്ല ഫ്ലഫിയായി കിട്ടാനും വേണ്ടിയിട്ട് അത് സമയം തന്നെ വേണ്ടി വരും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ലൈം ജ്യൂസും ഒക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ അവനിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതാട്ടോ നമുക്ക് മെയിനായിട്ട് നമുക്ക് വലിയ എഫേർട്ടൊന്നും എടുക്കണ്ട, നമുക്ക് അതങ്ങ് അവനിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളുടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം, നമുക്ക് റെസ്റ്റ് എടുക്കാം. ജസ്റ്റ് ആ ഒരു 40-45 മിനിറ്റ്സ് ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇതിപ്പം ഒരു 45 മിനിറ്റ്സ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നൈഫായിട്ട് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ അവൻ്റെ ടോപ്പ് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് ഈ ഒരു ചിക്കൻ ഫോയിൽ മാറ്റിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്, ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് ക്രിസ്പിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടേസ്റ്റ് ആട്ടോ. അപ്പം അതൊരു 5 മിനിറ്റ് അങ്ങനെ ടോപ്പ് ഫ്ലെയിം ഓണാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് വരും. അപ്പോൾ ഇത്ര പരിപാടിയുള്ളൂ, നമ്മളുടെ മന്തി റെഡിയായി. നല്ല അടിപൊളി മന്തി ആട്ടോ. ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ചിക്കൻ സ്റ്റോക്കൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന മന്തിയിലേറെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആട്ടോ ഈ ഒരു മന്തി. എനിക്ക് കുറച്ചും കൂടി ഈ ഒരു മന്തിയാണ് ഇഷ്ടം. മറ്റേ സ്റ്റോക്ക് ഇട്ടിട്ട് കഴിക്കുന്ന മന്തി അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒരു അറബിക് ടേസ്റ്റൊക്കെ വരുന്നത് ഈ ഒരു മന്തി, ഇങ്ങനെ ഒരു മന്തി ഉണ്ടാക്കി നോക്കുമ്പോഴാട്ടോ.
ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് അവന് തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ഇങ്ങനെ അടുപ്പത്തും ചെയ്തെടുക്കാം. നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് ചിക്കൻ ഒന്ന് ആയതിന് ശേഷം നമ്മൾ പിന്നെ ചിക്കൻ വേറൊരു ഗ്രിൽ പാനിലിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. പിന്നെ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചാർക്കോൾ ചൂടാക്കിയിട്ട് അതും വെച്ച് കുറച്ച് നേരം ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, ഈ ഒരു സ്മോക്കി ഫ്ലേവർ ഇല്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. തക്കാളില്ല അങ്ങനെ നോമ്പുതുറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മോൾക്ക് മെഹന്തി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവൾ ഉറങ്ങിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അത് കുറച്ച് ഞാൻ ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അവൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. എന്നാൽ പിന്നെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിയാലും ടെൻഷൻ ഇല്ലല്ലോ. അപ്പം ഞാൻ വേഗം അവൾക്ക് ഒരു സിമ്പിൾ ഡിസൈൻ വേഗം തട്ടിക്കൂട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോമ്പ് തുറന്നിട്ട് ചായ കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഈ നോമ്പ് എടുക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫുഡൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് ചായ മസ്റ്റാട്ടോ. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ അടുത്തൊരു ചായ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ഇക്ക ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഞാനും കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ എൻ്റെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കയ്യിൽ ചെറിയൊരു ഡിസൈൻ ഇട്ടു കേട്ടോ. അപ്പം ഞാൻ ബ്ലാക്ക് മെഹന്തിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ മെഹന്തി വാങ്ങിച്ചപ്പോൾ മാറിപ്പോയതാട്ടോ. നോർമൽ മെഹന്തിയാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ വാങ്ങി വന്ന് ഇട്ട് നോക്കുമ്പോൾ ബ്ലാക്ക് മെഹന്തിയാണ്. അപ്പോൾ ഞാൻ പിന്നെ മോൾക്ക് ഇട്ട് കൊടുത്തില്ല. മോൾക്ക് കഴിഞ്ഞ പെരുന്നാൾക്ക് വാങ്ങിച്ച മെഹന്തി ഉണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുത്തത്. എനിക്ക് ഞാൻ ഇതന്നെ ഇട്ടു. കാരണം ഇനിയിപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് അവൾക്ക് കയ്യിന് അലർജി ഒന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്തില്ല. പക്ഷെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. الله أكبر الله أكبر الله أكبر لا الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر بسم الله الرحمن الرحيم الحمد لله رب العالمين
അങ്ങനെ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി. ഒരു പള്ളിയിൽ പോകുന്ന ഒരു സമയം ഭയങ്കര രസമുള്ളൊരു സമയം കേട്ടോ. എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈദൊക്കെ വിഷ് ചെയ്ത്, കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീറ്റ്സൊക്കെ ഷെയർ ചെയ്ത്, അത് ഭയങ്കര രസമുള്ളൊരു സമയമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. അത് നമുക്ക് ആസ് യൂഷ്വൽ എല്ലാ പെരുന്നാൾക്കും പിടിയുള്ളതുപോലെ തന്നെ പിടിയായിരുന്നു. അങ്ങനെ പിടിയൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ ഷാർജയിലേക്ക് പോകാം കേട്ടോ. അപ്പം പെരുന്നാൾ എപ്പോഴും നമുക്ക് ഷാർജയിൽ ഇക്കാൻ്റെ മുത്താപ്പാൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ ഉണ്ടാവല്. എല്ലാവരും ഒരുമിച്ച് മുത്താപ്പാൻ്റെ വീട്ടിൽ അങ്ങനെ കൂടാറാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈദ് ഡ്രസ്സ് വരുന്നത് കേട്ടോ. ഞാനൊരു സ്കേർട്ടും ഒരു ടോപ്പുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മോൾക്ക് പിന്നെ നേരത്തെ കാണിച്ച ആ ഒരു ഡ്രസ്സ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷാർജയിൽ എത്തിയിട്ട് പിന്നെ എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എപ്പോഴും അങ്ങനെയാണ്, അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യം എപ്പോഴും മറന്നു പോകും. പിന്നെ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മളൊരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ്. നമ്മളങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല, പോണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട്. എനിക്ക് വീട്ടിലേക്ക് വരണം എന്നായിരുന്നു, കാരണം എനിക്ക് സ്കൂള് ജസ്റ്റ് മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ എനിക്കൊരു ദിവസം റിലാക്സ് ചെയ്തിരിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ വിചാരിച്ചു, ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും ഒരു ദിവസം കൂടി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സ്റ്റേക്കേഷൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതിൻ്റെ ഒരു റൂം ടൂർ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു റൂമിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു പാട്ടാട്ടോ. നമുക്ക് ബാത്ത് ടബ് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ടാണ് അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തുറന്നാലും നമുക്ക് ബെഡ്റൂമും ബാത്റൂമും എല്ലാം ഇങ്ങനെ നമുക്ക് ഒന്നിച്ചുള്ള പോലെ ഉണ്ടാവും കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഓൾറെഡി നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ അങ്ങനെ പ്ലാനൊന്നും ചെയ്യാത്തതായതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ 5 o'clock എന്തോ ആയി ചെക്ക് ഇൻ ചെയ്യുമ്പം. അപ്പം ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു, കാരണം ഒരു 8 o'clock ഒക്കെ ആകുമ്പം അവർ പൂള് ക്ലോസ് ചെയ്യുമ്പോൾ വേഗം പൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. കാരണം മോൾക്കൊക്കെ പൂളെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട, പൂളാണ് മെയിൻ. അപ്പം അതെന്തായാലും ഈ ഒരു സമയത്ത് നടക്കുള്ളൂ. പിറ്റേന്ന് രാവിലെ ഒന്നും ഈ ഒരു ചൂടത്ത് നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല. നമുക്ക് ഈവനിങ് ടൈമിൽ എന്തായാലും നമുക്ക് പൂള് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ പൂളിലേക്കാണ് പോയത്.
ബോളൊക്കെ ബൗൺസ് ചെയ്യും. പിന്നെ നമ്മൾ പൂളിൽ നിന്നൊക്കെ വന്ന് ഫ്രഷായി കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ അവിടെ കുറച്ച് ഇൻഡോർ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കളിച്ച് നമ്മൾ രാത്രി ഫുഡ് ഓർഡർ ചെയ്ത് നമുക്ക് പിന്നെ പുറത്തൊക്കെ പോകാൻ വേണ്ടിയായിട്ട് പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മളങ്ങനെ റൂമിൽ തന്നെ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ റൂഫ് ടോപ്പ് പൂളൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ലിഫ്റ്റിലൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ ചെറിയൊരു പോർഷൻ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ അതൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വിൻ്ററൊക്കെ ആയിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു തന്നെ കേട്ടോ. കാരണം നല്ല വെതറൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ പോയി നോക്കിയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂളിലൊന്നും ഇറങ്ങിയില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിൽ വന്നിരുന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് മൂവി ഉണ്ടായിരുന്നു. കുറച്ച് നേരം അതൊക്കെ കണ്ട് റിലാക്സ് ചെയ്തിരുന്ന് പിന്നെ നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ അബുദാബിയിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.